പ്രസ്തുത പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എല്ലാം അറിയുന്നവനും ഒന്നും അറിയാത്തവനുമായി ഭൂമിയിൽ ആരുമില്ലെന്നും പ്രകൃതിയിലെ സർവചരാചരങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ടെന്നും ബീർബൽ കഥ നമുക്ക് കാണിച്ചു തരുന്നു. എനിക്ക് പല കാര്യങ്ങളിലും വേണ്ട പാണ്ഡിത്യമില്ല. അതിനാൽ വിവിധ കാര്യങ്ങളിലും പഠിക്കുന്നവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എനിക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണം. നാളെ മുതൽ തന്നെ. ഒരപേക്ഷയുണ്ട്. അങ്ങ് ക്ഷമയോടെ ഞാൻ പറയുന്നത് കേട്ടാല് മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ച് രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല. അതും ഇതുമായി എന്ത് ബന്ധം? മഹാനായ ചക്രവർത്തി, ഞാനൊരു വീട്ടമ്മയാണ്. തുച്ഛമായ വരുമാനത്തിൽ ഒരു ഭവനം നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഞാനൊരു അലക്കുകാരിയാണ്. വസ്ത്രങ്ങളിലെ കറ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അങ്ങേക്കറിയാമോ? ഇല്ല ഇല്ല ഇല്ല. മഹാനായ ചക്രവർത്തി, ഞാനൊരു ഭൂമിസ്ഥനാണ്. വസ്തുക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല, 1000 വട്ടം ഇല്ല. മഹാനായ ചക്രവർത്തി, ഞാനൊരു കർഷകയാണ്. ഒരു പശുവിന് പറ്റിയ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കേണ്ട രീതി അങ്ങേക്കറിയാമോ? ഇല്ല. അല്ലേ ചക്രവർത്തി, ഞാനാണ് തയ്യൽക്കാരി. വസ്ത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയേണ്ടതെന്നും എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? ഇല്ല, തീർച്ചയായും ഇല്ല. ചക്രവർത്തി, ക്ഷമിച്ചാലും ഞാനൊരു ചിത്രകാരനാണ്. ചിത്രങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും ചായ കൊടുക്കുന്നതും അങ്ങേക്കറിയാമോ? ഇല്ല ഇല്ല ഇല്ല. ചക്രവർത്തി, ഞാനൊരു പാവം കൃഷിക്കാരനാണ്. ധാരാളം പാടങ്ങളുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ചോറ് എവിടെ നിന്ന് എങ്ങനെ ലഭിക്കുമെന്ന് അങ്ങേക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഇല്ല, 1000 വട്ടം ഇല്ല. അല്ലേ ചക്രവർത്തി, ഞാനൊരു കൃഷിക്കാരനാണ്. ഇന്ന് എല്ലാ വീട്ടിലും ധാരാളം പാൽവസ്തുക്കളുണ്ട്. അതിൽ നല്ല തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? ഞാൻ എങ്ങനെ പഠിപ്പിക്കാം. ഇല്ല. അല്ലയോ ചക്രവർത്തി, ക്ഷമിച്ചാൽ ഞാനൊരു കച്ചവടക്കാരിയാണ്. പല കച്ചവടങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, മധുരപലഹാരങ്ങൾ വിൽക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് അങ്ങേക്കറിയാമോ? ഇല്ല, തീർച്ചയായും ഇല്ല. ക്ഷമിച്ചാലും ചക്രവർത്തി, ഞാനൊരു ഡോക്ടറാണ്. ആളുകളെ ചികിത്സിക്കാനും രോഗം കണ്ടുപിടിക്കാനും അങ്ങേക്കറിയാമോ? ഇല്ല ഇല്ല ഇല്ല. തിരുമനസേ, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ചില കഴിവുകളുണ്ട്, അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകനാകാൻ കഴിയും, അതേപോലെ വിദ്യാർത്ഥി. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ? നാം വിചാരിച്ചു താങ്കളെ പഠിപ്പിക്കാനൊന്നുമില്ല. മറിച്ചാണ് തിരുമനസേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ വൃദ്ധയായ സ്ത്രീ? മഹാനായ ചക്രവർത്തി, ഇവർ എന്റെ ആദ്യകാല അധ്യാപകന്മാരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും വലിയ പഠനം എന്നെ പഠിപ്പിച്ചത് ഇവരാണ്. മഹാനായ അക്ബർ ചക്രവർത്തി, ഈനാകാലത്തെ എന്റെ വിനീതമായ പ്രണാമം. എന്റെ വാക്കുകളിൽ പിഴയുണ്ടെങ്കിൽ കൊടുക്കണം. ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയാണെന്ന് എല്ലാവരും പഠിക്കുക
ചെയ്യുന്നു.